Dance. ഹലോ, ഞാനാ. ഹായ് ആദം, നിന്റെ ശബ്ദം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഏയ് ഒന്നുമില്ല പ്രിൻസേ. അല്ലല്ലോ, എന്തോ ഉണ്ട്. ഓ, എന്നെ വീട്ടിൽ വഴക്ക് പറഞ്ഞേ. അതെന്തിനാ ആദം? നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണോ അല്ലയോ? പിന്നെ അത് വളരെ നല്ലതാണ്. ആണല്ലോ. എങ്കിൽ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് എനിക്ക് വഴക്ക് കേട്ടത്. നീ എന്താ ചെയ്തത്? മഴക്കാലമല്ലേ വരുന്നത്, എന്റെ കൂടെ ഞാനൊരു പാവപ്പെട്ടവന് കൊടുത്തു. അതൊരു തെറ്റാണോ? തെറ്റാണോന്ന് ചോദിച്ചാൽ തെറ്റല്ല. അതിനാണ് എല്ലാവരും കൂടി എന്നെ ഈ വഴക്കൊക്കെ പറഞ്ഞത്. പോട്ടെ ആദം. പിന്നല്ലാതെ ഇതൊക്കെ ആര് മൈൻഡ് ചെയ്യുന്നു? ശരി ശരി, നീ ചുമ്മാതെ വിളിച്ചതായിരുന്നോ? പ്രിൻസേ, ഇറങ്ങുമ്പോ ഒരു കുട കൂടി എടുത്തോണേ. എങ്ങാനും മഴ പെയ്ത് അത് കൊണ്ടിട്ട് വല്ല പനിയോ ജലദോഷമോ പിടിച്ചാലോ? ആരായിരുന്നു മോനെ ഫോണിൽ? ആദമായിരുന്നു മമ്മി. ശരി ശരി. മമ്മി കുറച്ചു മുമ്പ് എന്തായിരുന്നു പറഞ്ഞത്? ഫോൺ റിങ് ചെയ്ത കാരണം എനിക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. മോൻ പുറത്തേക്ക് പോയിട്ട് അല്പം നേരത്തെ വരണമെന്നാ പറഞ്ഞത്. എന്താ മമ്മി പ്രത്യേകിച്ച്? അതൊക്കെ ഉണ്ട്, മോൻ പോയിട്ട് വാ. ശരി മമ്മി. എന്തായിരിക്കും മമ്മി അങ്ങനെ പറഞ്ഞത്? ഏതായാലും മഴ പെയ്യാൻ സാധ്യതയില്ല, അതുകൊണ്ട് കൊട എടുത്തില്ലേലും സാരമില്ല. ആദം മാത്രമേ വന്നിട്ടുള്ളൂ. ഹായ് പ്രിൻസ്. ഹലോ ആദം. കുടയുടെ പ്രശ്നമൊക്കെ തീർന്നോ? അതൊക്കെ ഞാൻ സ്വാധീനിക്കാനുള്ളവരെയൊക്കെ നേരിട്ട് കണ്ട് സ്വാധീനിച്ചില്ലേ. നീ സ്വാധീനിച്ചെന്നോ? സ്വന്തം മകൻ കരഞ്ഞ് കാല് പിടിച്ച് നിലവിളിക്കുമ്പോൾ ഏതമ്മയാ പ്രിൻസേ ക്ഷമിക്കാത്തത്? നല്ല സ്വാധീനിക്കലാണല്ലോ. പരമ്പരാഗതമായൊരു മാർഗം സ്വീകരിച്ചു, അത്ര. ഏതായാലും കൊള്ളാം. ഇതെന്തായിരിക്കും റോമക്സും സ്റ്റെഫിയും വരാത്തത്? നമ്മളിന്ന് നേരത്തെ അല്ലേ, അതാ. ശരിയാ അല്ലേ? കണ്ണ് നിറഞ്ഞിരുന്ന കാരണം സമയം നന്നായി നോക്കാൻ പറ്റിയില്ല. അത്ഭുതം, ഇന്ന് ഇവരാണല്ലോ നേരത്തെ. അതെ, അവരെത്തി. കണ്ടോണം, നമ്മൾ നേരത്തെ ആയതിനെ പറ്റി അവർ എന്തെങ്കിലും ചോദിക്കും. നമ്മളല്ല, ഞാൻ. സാധാരണ ഞാനാണല്ലോ ലേറ്റ്. നന്ദി ആദം. അങ്ങനെ ഞങ്ങൾക്കും അവസാനം വരാൻ സാധിച്ചു. അതെന്തിനാ ആ നന്ദി? സാധാരണ നീ അവസരം തരാറില്ലല്ലോ. ഇതെന്റെ ഒരു ദാനമായി കൂട്ടിക്കോ റോമക്സ്. ഇപ്പോഴാ ഓർത്തത്, നിന്റെ കുട പോലെ തന്നെ ഒരു കുട പിടിച്ച് ഒരാൾ നടന്നു പോകുന്നത് കണ്ടു. അതും എന്റെ ഒരു ദാനമാണ്. ഇവൻ ഇങ്ങനെയൊക്കെ ദാനം ചെയ്തതിന് അവന്റെ മമ്മി കൊടുത്ത ദാനമാണ് ആ കയ്യിലെ ചുവന്ന പാട്.
അച്ചായ, നമ്മുടെ കുട്ടികളെയെല്ലാം പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമാണല്ലോ. അവര് പിന്നെ നല്ല കുട്ടികളല്ലേ. ഞാൻ കുറച്ചു മുമ്പ് ഒരാളെ കണ്ടിരുന്നു. അയാള് ഒത്തിരി പുകഴ്ത്തി സംസാരിക്കുന്നത് കേട്ടു. ആര്? അയാളൊരു സാധുവാ. കടത്തിണ്ണയിലും മറ്റുമാ താമസം. അയാളെ നമ്മുടെ കുട്ടികളാരോ സഹായിച്ചു എന്നൊക്കെയാ പറയുന്നത്. നമ്മുടെ കുട്ടികളോ? ആ, ഇവരിലാരോ ഒരാൾ അയാൾക്കൊരു കൊട കൊടുത്തു. എന്നിട്ട് ചിലപ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അത്രേ. എന്തൊക്കെയായത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അച്ചായൻ എന്തായാലും ഈ കാര്യം നമ്മുടെ പ്രിൻസുമോനോടൊന്ന് ചോദിക്കേ. ശരി ശരി. മോനെ മോനെ, ദേ ഗ്രാൻഡ്പ വിളിക്കുന്നു. വരുന്നു ഗ്രാൻഡ്പ, ഒരു മിനിറ്റേ. എന്താ ഗ്രാൻഡ്പ വിളിച്ചത്? മോൻ ഇവിടെ ഇരുന്നേ, ഗ്രാൻഡ്പ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. എന്താ ഗ്രാൻഡ്പ? നിങ്ങളിൽ ആർക്കെങ്കിലും കുടയോ മറ്റോ? ആ, അത് ആദമാണ് ഗ്രാൻഡ്പ. ആദമോ? അതെ ഗ്രാൻഡ്പ, ആദമാണ് ആ കുട അയാൾക്ക് നൽകിയത്. അതിന് വീട്ടിൽ നിന്നൊക്കെ ഒത്തിരി വഴക്ക് കേട്ടു. ഇപ്പോൾ ദാനധർമ്മത്തെ പറ്റി മാത്രമാണ് അവന്റെ സംസാരം. ആദത്തിനെന്തു പറ്റി? അറിയില്ല ഗ്രാൻഡ്പ. കൊള്ളാം. ഏതായാലും എനിക്ക് ആദത്തിനെ വിശദമായൊന്ന് കാണണം. ഞാൻ പറഞ്ഞോളാം ഗ്രാൻഡ്പ. ശരി മോനെ. മോൻ എവിടെ പോയതായിരുന്നു? മമ്മി വിളിച്ചായിരുന്നല്ലോ. ഗാർഡനിലെ കുറച്ചു ചെടികൾ വാടി നിൽക്കുന്നത് കണ്ടു മമ്മി. അവയ്ക്കൊക്കെ വെള്ളം ഒഴിക്കുമായിരുന്നു. ആദം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത്ര രാവിലെയോ? ആ അതെ, ഇപ്പൊ വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ. അവൻ എന്താ മമ്മി പറഞ്ഞത്? നിങ്ങളിന്ന് എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ആദം പറഞ്ഞു അവനും കൂടി ഒരു ടിഫിൻ കരുതിയേക്കണമെന്ന്. അവൻ എവിടെ പോയാലും ടിഫിൻ കരുതുന്നതാണല്ലോ. ഓ, ഇനി അത് ആർക്കെങ്കിലും ദാനം ചെയ്തതായിരിക്കും. ദാനം ചെയ്യാനോ? എന്റെ മമ്മി, ഒന്നും പറയണ്ട. ഇപ്പൊ അവന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും അത് ആർക്കെങ്കിലും എടുത്ത് കൊടുത്തു കളയും. കഴിഞ്ഞ ദിവസം ഒരു കുട ആർക്കോ കൊടുത്തു അത്രേ. അതും അവരൊന്നും ചോദിക്കുപോലും ചെയ്യാതെ. ആദത്തിന് എന്തു പറ്റി? ഹലോ, ഞാനാ പ്രിൻസേ, സ്റ്റെഫി. പറയൂ സ്റ്റെഫി. കുറച്ചു മുമ്പ് ആദം വിളിച്ചിരുന്നു പ്രിൻസേ. എന്നെയും വിളിച്ചിരുന്നല്ലോ. മമ്മിയാ ഫോൺ എടുത്തത്. അവിടെ വിളിച്ചോ? സ്റ്റെഫിയോട് അവനും കൂടി ടിഫിൻ ബോക്സ് എടുക്കുന്ന കാര്യമാണോ പറഞ്ഞത്? അല്ല, അവന്റെ ചിലവിനുള്ള ക്യാഷ് കൂടെ എടുക്കണമെന്ന്. അവന്റെ കയ്യിൽ പൈസയുണ്ടല്ലോ. ഞാൻ ഇന്നലെ കണ്ടിരുന്നു. അതെ, പക്ഷേ അവൻ പറയുന്നത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാശിനാവശ്യമുള്ള ആരെയെങ്കിലും സഹായിക്കാൻ സാധിച്ചാൽ അതൊരു വലിയ കാര്യമല്ലേ എന്നാ. അവൻ ഇത് എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നത്? എനിക്കറിയില്ല പ്രിൻസേ. ഗ്രാൻഡ്പ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടല്ലോ.
മോളെ ആദത്തിന്റെ കാര്യം സംസാരിക്കുന്നത് കേട്ടല്ലോ. ഈ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള് എന്തു പറ്റി മോളെ? ഏതെങ്കിലും നല്ല ബുക്കിൽ നിന്നും ദാനം ചെയ്യുന്നതിന്റെ മഹത്വം വായിച്ചറിഞ്ഞിട്ടാവണം ആദം ഇപ്പോ അങ്ങനെയൊരു രീതിയിലെത്തിയത്. അതൊരു നല്ല കാര്യമല്ലേ മോളെ? പക്ഷെ അമ്മച്ചി, ഇവര് കുട്ടികളല്ലേ. കഴിഞ്ഞ ദിവസം ഒരാൾക്ക് മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞ് ആദം പുതിയൊരു കുട എടുത്തു കൊടുത്തു. അതും അയാൾ ആവശ്യപ്പെടുക പോലും ചെയ്യാതെ. എന്റെ കർത്താവേ, ഈ കുട്ടിക്കിത് എന്തു പറ്റി? ബാക്കിയുള്ളവരെല്ലാം അതിന്റെ ഒരു ടെൻഷനിലാ. ആദം വലിയ അബദ്ധങ്ങളിലൊന്നും ചെന്ന് ചാടാതിരുന്നാൽ മതിയായിരുന്നു. അതെ അമ്മച്ചി. എന്തിനാ സ്റ്റെഫി നീ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? റോമിക്സേ, ഈ ആദത്തിന്റെ കാര്യത്തിൽ നമ്മൾ അത്യാവശ്യമായി എന്തെങ്കിലും ചെയ്യണ്ടേ? നമ്മൾ എന്തു ചെയ്യാനാ സ്റ്റെഫി? അങ്ങനല്ല റോമിക്സേ, അവൻ എന്തെങ്കിലും തെറ്റ് കാട്ടിയാൽ അവനെ പറഞ്ഞു നേരായ ദിശയിലേക്ക് നടത്തേണ്ടത് നമ്മൾ ഫ്രണ്ട്സിന്റെ കടമയല്ലേ? അതെ, സ്റ്റെഫി പറഞ്ഞതാ ശരി. പക്ഷേ നമ്മൾക്ക് എന്തു ചെയ്യാൻ സാധിക്കും? അതാണ് റോമിക്സെ പ്രശ്നം. ഞാനത് എത്ര ആലോചിച്ചിട്ടും ഒരെത്തും പിടിയും കിട്ടിയില്ല. സ്റ്റെഫി പ്രിൻസിനോട് ഇക്കാര്യം ആലോചിച്ചായിരുന്നോ? ഇല്ല റോമിക്സെ. നമുക്ക് ആ വഴി കൂടൊന്ന് ആലോചിച്ചാലോ? എങ്കിൽ നമുക്ക് പ്രിൻസിന്റെ വീട്ടിലേക്കൊന്ന് പോകാം. ഇപ്പോഴാണെങ്കിൽ ഗ്രാൻഡ്പയും അവിടെ കാണും. എന്നാൽ ഇനി താമസിക്കണ്ട, വാ റോമിക്സെ. ഓക്കെ. ശരിക്കും ആദത്തിന് എന്താ സംഭവിച്ചത്? ഞങ്ങൾക്കൊന്നും അറിയില്ല ഗ്രാൻഡ്പാ. കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ പേനയുടെ മഷി തീർന്നു. ആദം അവന്റെ കയ്യിൽ ആകെയുള്ളൊരു പേനയെടുത്ത് ആ കുട്ടിക്ക് നൽകി. എന്നിട്ട് എഴുതാതിരുന്നതിന് ടീച്ചറുടെ കയ്യിൽ നിന്നും ഒത്തിരി വഴക്കം കിട്ടി. അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും സങ്കടമായി ഗ്രാൻഡ്പാ. നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ഗ്രാൻഡ്പാ ഇവന്റെ കാര്യത്തിൽ? അതെ, കാര്യങ്ങൾ ഓരോ ദിവസവും കൈവിട്ടു പോവുകയാ. നമുക്ക് എന്തെങ്കിലും തീരുമാനമുണ്ടാക്കാം കുട്ടികളെ. ആദത്തിനെ ഒന്ന് കാണാൻ എന്താ മാർഗം? അവനിപ്പോ വീട്ടിൽ കാണും ഗ്രാൻഡ്പാ. ഞാനെന്നാൽ ഫോൺ വിളിച്ചിട്ട് അവനോടിങ്ങ് വരാൻ പറഞ്ഞാലോ? എന്നാൽ അങ്ങനെ ആവട്ടെ മോനെ. ഹലോ, ഞാനാ പ്രിൻസ്. ഹായ് പ്രിൻസ്, എന്താ പരിപാടി? നീ ഫ്രീ അല്ലേ? അതെ, 10 മിനിറ്റ്സ് ഞാൻ ഗാർഡനിലേക്ക് വന്നേക്കാം. ഗാർഡനിലേക്കല്ല, നീ വീട്ടിലേക്ക് വാ. ഇവിടെ എല്ലാവരും ഉണ്ട്. അങ്ങോട്ട് വരുന്ന കാര്യം എന്നോടാരും പറഞ്ഞില്ലല്ലോ. അതിനല്ല ഞാനിപ്പോൾ നിന്നെ വിളിച്ചത്. നീ വേഗം വാ. അയ്യോ, കുറച്ച് പാവം കുട്ടികൾക്ക് ഇറേസറും പെൻസിലും കൊടുക്കാനുണ്ടായിരുന്നല്ലോ. അതൊക്കെ ഇതിന് ശേഷം കൊടുക്കാം. നീ ഇപ്പോൾ ഇങ്ങോട്ട് വാ, വേഗം. എന്നാൽ ശരി, ഓക്കെ, ബൈ. ശരി ശരി. എന്തെങ്കിലും ഒക്കെ കരുതിയേക്കാം. എപ്പോഴെങ്കിലും ആരെയെങ്കിലും എവിടെ വെച്ചെങ്കിലും കാണുമ്പോൾ നൽകാം. ഉണ്ടല്ലോ ഗ്രാൻഡ്പാ. വാ മോനെ, ഇരിക്കെ. നിങ്ങൾ കഥ
എന്തെങ്കിലും പറയുകയായിരുന്നോ പ്രിൻസേ? ഏയ് അല്ലല്ല. മോൻ വന്നിട്ട് പറയാമെന്ന് കരുതി. അപ്പോൾ ഗ്രാൻഡ്പാ കഥ പറയാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു. കൂട്ടത്തിൽ നിങ്ങളും ശ്രദ്ധിക്കണേ. ഒരിക്കൽ വലിയ പണ്ഡിതനായ ഒരു ഗുരുശ്രേഷ്ഠനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ ധാരാളം ശിഷ്യരും ഉണ്ടായിരുന്നു. സത്യങ്ങളും കാര്യകാരണങ്ങളും തുടങ്ങി എല്ലാം അവർക്ക് പാഠ്യവിഷയമായി. അങ്ങനെയിരിക്കെ ഗുരുവിൽ നിന്നും പഠിച്ചതെല്ലാം മറ്റുള്ളവരെയും പഠിപ്പിക്കുവാൻ പോകാനുള്ള ആഗ്രഹം അവരിൽ നാം പെടുത്തു. അവർ ആ കാര്യം ഗുരുസമക്ഷം അറിയിച്ചു. ഗുരു ഒരു പരീക്ഷണം നിർദ്ദേശിച്ചു. അതിൽ ജയിക്കുന്നവർക്ക് പോകാൻ അനുമതി നൽകപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. പരീക്ഷണം ഇതാണ്: ഒരു പ്രഭാഷണം നടത്തുക. അത് കേട്ടിട്ട് ഗുരു നിശ്ചയിക്കും ശിഷ്യൻ മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ പക്വത ആർജിച്ചോ എന്ന്. അവർ ഒരു ജനക്കൂട്ടത്തിനരികിലേക്ക് യാത്രയായി. പ്രധാനിയായ ഒരു ശിഷ്യൻ തന്റെ പ്രഭാഷണം ആരംഭിച്ചു. ആവേശമുളവാക്കുന്നതായിരുന്നു അവന്റെ പ്രഭാഷണം. അവസാനം ഒരു ഭിക്ഷക്കാരൻ പ്രഭാഷകന്റെ അടുത്തേക്ക് വന്നു. പ്രഭാഷകൻ തന്റെ മേൽക്കുപ്പായമൂരി അയാൾക്കു നൽകി. ആ ജനക്കൂട്ടത്തിന് മാതൃകയായി. ആ ശിഷ്യൻ മത്സരത്തിൽ വിജയിച്ചു എന്ന് മറ്റ് ശിഷ്യർ കരുതി. എന്നാൽ ഗുരു അയാളെ പരാജിതനായി പ്രഖ്യാപിച്ചു. കാരണമന്വേഷിച്ച ശിഷ്യനോട് ഗുരു പറഞ്ഞു, ആവേശം പകരുവാനുള്ള കഴിവുണ്ട് നിന്റെ പ്രസംഗത്തിന്. പക്ഷേ നീ സന്നദ്ധനല്ല. കാരണം തന്റെ ആവശ്യം പ്രകടിപ്പിക്കുവാനുള്ള അവസരം നീ ആ മനുഷ്യന് നൽകിയില്ല. പൊന്നുംകുരിശു മുത്തപ്പ, ഇതേപോലെ തന്നെയാണല്ലോ ഞാനും ചെയ്തത്. ആരും ഒന്നും ചോദിക്കാതെ തന്നെ. ഓ, താങ്ക്സ് ഗോഡ്. അതെ മോനെ, നീ ചെയ്തതും സമാനമായ പ്രവൃത്തിയാണ്. ദാനമെന്നത് പ്രവൃത്തികളിൽ മഹത്തരമാണ്. പക്ഷേ അർഹിക്കാത്ത കൈകളിലെത്തിയാൽ ആ കർമ്മത്തിന് പൂർണ്ണതയുണ്ടാവില്ല. ശരിയാ, പാത്രം അറിഞ്ഞേ വിളമ്പാവൂ, അല്ലേ ഗ്രാൻഡ്പാ? അതെ മോനെ, നിനക്ക് ഈ തിരിച്ചറിവ് നൽകി നിന്നെ ശരിയുടെ പാതയിലേക്ക് നയിച്ച കർത്താവിന് നമ്മുടെ എല്ലാവരുടെയും നന്ദി പ്രകാശിപ്പിക്കാം.
Romex and Friends.